രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധിയെഴുതിയ സർവശക്തനെ ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾ. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ കാണിക്കണം എന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ചിട്ട് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. വൈയാത്രക്കാരെയും ദുർബലരെയും അനാഥരെയും തന്നോട് ചേർത്ത് നിർത്തി. ആ പ്രവാചകന്റെ സ്നേഹം അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമായിരുന്നില്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരേപോലെയായിരുന്നു. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് നബി